ഹലോ കൂട്ടുകാരെ, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇലക്ട്രിക് സൈക്കിൾ മഴയത്ത് ഓടിക്കാമോ? അതെ, ഇലക്ട്രിക് സൈക്കിൾ നിങ്ങൾക്ക് മഴയത്ത് ഓടിക്കാം. ഞാൻ കുറച്ച് ടിപ്സ് തരാം കേട്ടോ. ആ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സൈക്കിളും ബാക്കിയുള്ള സ്കൂട്ടറുകളും കാറുകളും ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്നത് പോലെ തന്നെ ഇലക്ട്രിക് സൈക്കിൾ നമുക്ക് മഴയത്ത് ഓടിക്കാവുന്നതാണ്, യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് ടിപ്സ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ ആരും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു കവർ ചെയ്ത് പോക്കറ്റ് ഇടാൻ ശ്രമിക്കും, ഇല്ലേ? അതിനൊന്ന് കെയർ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിനെ നമ്മളൊന്ന് ചെറിയ കാര്യങ്ങൾ കെയർ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരാം, ചെറിയൊരു റഫ്ലി ഐഡിയ ചെറിയ വീഡിയോയിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ ഈ ഓരോ വീഡിയോയിലൂടെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ശ്രദ്ധയോട് നിങ്ങൾ മനസ്സിലാക്കുക, യൂസ് ചെയ്യുക. എല്ലാ ഇലക്ട്രിക് സൈക്കിളും, ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലക്ട്രിക് സൈക്കിളും IP65 പ്രൊട്ടക്റ്റഡ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ചിലത് IP67 വരുന്ന വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് നോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മഴയത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഈ ഡിസ്പ്ലേ വരുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഇതൊന്ന് പ്ലാസ്റ്റിക് കവർ, ഒരു റബ്ബർ ബാൻഡ് ഇട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ട് മൂടി വെക്കാൻ ശ്രമിക്കുക. നല്ലൊരു മഴയത്ത് വെക്കുകയോ നല്ലൊരു മഴയത്ത് ഓടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾക്ക് മെയിൻ ചീസ് വരുന്നത് നമ്മളുടെ ഹെഡ്ലൈറ്റ് ആൻഡ് ഹോൺ വരുന്ന ഒരു പാട്ടാണ്. ഇതിനെയും നല്ലൊരു മഴയത്ത് നമ്മൾ ഓടിക്കുമ്പോൾ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം അതിനകത്തോ അല്ലെങ്കിൽ വേപ്പർ കയറാൻ ചാൻസ് ഇല്ലാതാകുകയും നമ്മൾക്ക് ഒരു ഷോർട്ട് സർക്യൂട്ടോ ഒന്നും വരാതിരിക്കാനുള്ള കെയർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മഴയത്ത് ഓടിച്ചു വന്നതിന് ശേഷം നിങ്ങൾ ചാർജ് ചെയ്യാൻ, ബാറ്ററി ചാർജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ പോർട്ടിൻ്റെ ഈ ഭാഗത്തും നമ്മളുടെ ചാർജർ പോർട്ടിലും ഒരു വെള്ളത്തിൻ്റെ അംശവും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്ലഗ് ഇൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരുപാട് ഓടിച്ച് വരികയാണെങ്കിൽ നമ്മുടെ ഈ മോട്ടർ ഉണ്ടല്ലോ, ഹബ് മോട്ടർ, അതൊരു ഹൈ പ്രഷർ ക്ലീൻ കൊണ്ട് കഴുകാതിരിക്കാൻ ശ്രമിക്കുക. തുടച്ച് ക്ലീൻ ആക്കുകയാണ് ഏറ്റവും ഉത്തമം. ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈന്റും ഇല്ലാതെ നമുക്ക് മഴയത്ത് നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ടേക്ക് കെയർ. കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.